ശ്രീ പി എം നിയാസ്, ഈ വോട്ട് ജോലിയല്ലാതെ ക്രിയാത്മകമായി ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ഉയർത്തിക്കാട്ടാനാണുള്ളത്? കാരണം നേരത്തെ പറഞ്ഞതുപോലെ മഹാവികാസ് അഘാഡി എന്നുള്ള ആ സഖ്യത്തിൽ ഉപരി കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തു എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയല്ലേ? കാരണം ദേശീയ നേതൃത്വത്തിലുള്ള ആക്റ്റീവായി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ആരും ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ വന്ന് കൃത്യമായ ഒരു അവലോകനമോ വിലയിരുത്തലോ റാലികളിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ നിന്നു പോകുക, തോൽവി വരുമ്പോൾ മാത്രം ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുക എന്നുള്ള തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണോ കോൺഗ്രസ്? എപ്പോഴും ഉയർത്തിക്കാട്ടാനുള്ളത് ഞങ്ങൾ പണ്ട് ഭരിച്ചിരുന്ന ചരിത്രത്തിൻ്റെ 75 വർഷത്തെ കണക്കുകളൊക്കെയാണല്ലോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ അപ്രസക്തമാകുന്നതിൽ അല്പമെങ്കിലും ആശങ്കയില്ലേ? നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എവിടെയും മുനിസിപ്പൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ദേശീയ നേതൃത്വം വരികയോ പ്രചരണം നടത്തുകയോ ചെയ്യാറില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ മാസമാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നത്. രാഹുൽ ഗാന്ധി ഒരിക്കൽ കേരളത്തിൽ നിന്ന് MP ആയിരുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ MP ആണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആ രീതിയിലുള്ള പുറത്തുനിന്നുള്ള നേതാക്കന്മാർ ആരും തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എവിടെയും വന്നിട്ടില്ല. അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഞങ്ങൾ എടുക്കുന്ന ഒരു നിലപാടത്താണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ നിലയിലുള്ള പ്രാധാന്യം മാത്രമേ എന്നും കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും കൊടുത്തിട്ടുള്ളൂ. ഞാനിവിടെ പറഞ്ഞത് എന്താണ്, അവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? അവിടെ തെരഞ്ഞെടുപ്പിൽ മഹായൂതി സഖ്യത്തിന് സിമ്പിൾ മെജോറിറ്റി കിട്ടി എന്നുള്ളത് സത്യമാണ്. എന്താണ് സംഭവിച്ചത്? അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ജനവിഭാഗം എന്ന് പറയുന്നത് മറാത്തി വിഭാഗമാണ്. ആ മറാത്തി വിഭാഗത്തിലാണ് അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ മറാത്തി വിഭാഗമാണ്. ആ മറാത്തി വിഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട കക്ഷികളെന്ന് പറയുന്നത് ബാൽ താക്കറെയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ താക്കറെ കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ ബന്ധപ്പെട്ട ശിവസേനയാണ്. ആ ശിവസേനയിൽ പിളർപ്പുണ്ടായി. ആ പിളർപ്പുണ്ടായതിൻ്റെ ഉത്തരവാദിത്വം BJPക്ക് ഇല്ല എന്ന് ആണ് യുവരാജ് പറയുന്നത്. യുവരാജെ, ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഉദ്ധവ് താക്കറെ എങ്ങനെയാണ് കേരളത്തിലെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായത്? നിങ്ങളുടെ മുന്നണിയിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കാമെന്ന് തീരുമാനം കൊടുത്തിട്ടാണ് അവരുമായി നിങ്ങളുടെ സഖ്യത്തിൽ ഏർപ്പെടുത്തുന്നത്. അങ്ങനെ നിങ്ങൾ ജയിച്ചതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കില്ല എന്ന നിലപാടെടുത്തു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഉറപ്പിച്ച് മുന്നോട്ട് വരികയും ഞങ്ങളുടെ പിന്തുണയോട് കൂടി അവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരികയും ചെയ്തു. എന്നാൽ 5 വർഷത്തേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തെ 3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷിൻഡെ ഉൾപ്പെടെയുള്ള ആളുകളെ ചാക്കിട്ട് പിടിച്ച് അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അവരെ നിങ്ങൾ കൊണ്ടുവന്ന് ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി നിങ്ങൾ അവിടെ താഴെ ഇറക്കി നിങ്ങളവിടെ മുന്നോട്ട് വരികയും ചെയ്തത് അതൊരു യാഥാർത്ഥ്യമല്ലേ? നിങ്ങളിപ്പോൾ പറയുന്നത് ഭൂരിപക്ഷത്തിലുള്ള ആളുകളെ ഇറക്കി വേറെ ഒരു അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ ജനവിധി നേടിയ ഒരു സഖ്യത്തിൽ നിന്നും വേറെ ഭരണമുണ്ടാക്കുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ്, അത് ജനങ്ങളുടെ തീരുമാനത്തിനെതിരാണെന്ന് ഞാൻ ചോദിക്കട്ടെ. ഇത്തവണയല്ല, കഴിഞ്ഞ തവണ ഒരു തവണ മുമ്പ് ഈ ഗോവയിൽ 28 സീറ്റുമായി ഒന്നാമത്തെ കക്ഷി ആരായിരുന്നു? 2 സീറ്റിൻ്റെ കുറവ് മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. അവിടെ കോൺഗ്രസ് അല്ലല്ലോ അധികാരത്തിൽ വന്നത്. നിങ്ങൾക്ക് എത്ര സീറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്? അവിടെ BJP അല്ലേ ഉണ്ടായത്. മണിപ്പൂരിൽ നിങ്ങൾക്ക് അറിയാലോ, ഒറ്റ സീറ്റ് മാത്രം, മണിപ്പൂരിലും മിസോറാമിലും 1 സീറ്റ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായപ്പോൾ ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്ന UPAക്ക് അനുകൂലമായ കക്ഷികളെ മാറ്റി നിർത്തി ഒറ്റ സീറ്റുള്ള നിങ്ങൾ അവിടെ മറുകണ്ഠം ചാടി അവിടെ തെരഞ്ഞെടുപ്പ് സർക്കാരുകൾ ഉണ്ടാക്കിയത് മറന്നുപോയോ യുവരാജ്? എവിടെയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന സഖ്യത്തെ തകർത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ എവിടെയെല്ലാം ശ്രമിച്ചു? എവിടെയെല്ലാം നിങ്ങൾ അങ്ങനെ ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന സഖ്യത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ തെരഞ്ഞെടുപ്പിന് ശേഷം അവരെ മന്ത്രിസഭ ഉണ്ടാക്കുവാൻ മറ്റാർക്കും വ്യക്തമായ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന കക്ഷികൾക്ക് ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ സഖ്യത്തിൽ ഇല്ല എങ്കിൽ അവരെ വിളിക്കണമെന്നത് ഭരണഘടനയിലെ കീഴ്വഴക്കമല്ലേ? ഭരണഘടനയിലെ ലിഖിതമായ തീരുമാനമല്ലേ? ആ തീരുമാനങ്ങൾ എത്ര സ്ഥലത്തുകൾ ലംഘിച്ചു? എവിടെയെല്ലാമാണ് നിങ്ങൾ അവിടെ മുന്നോട്ട് കൊണ്ടുപോയത്? അങ്ങനെ
ഇപ്പോൾ ബീഹാറിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? അപ്പോൾ ഓരോ സ്ഥലത്തും നിങ്ങൾ ഭരണത്തെ പൊളിക്കുവാൻ നിങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന തീരുമാനങ്ങൾ. അജിത് പവാറിൻ്റെ സ്ഥിതി എന്തായിരുന്നു? അജിത് പവാറിന് അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ സഖ്യത്തിലെ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ, അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത്? ജയിലടയ്ക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തെ രാത്രി 2 മണിക്ക് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തില്ലേ? ആ ഒറ്റ 2 മണിയുടെ ഉള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എല്ലാ കുറ്റങ്ങളും, അദ്ദേഹത്തിനുള്ള ED അന്വേഷണങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? വെള്ളത്തിൽ അലിഞ്ഞു പോയില്ലേ? ഇതൊക്കെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും മറക്കാൻ കഴിയുന്ന കാര്യമാണോ? അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അങ്ങ് പറഞ്ഞതിനെതിരായിട്ടല്ല, യുവരാജ് പറഞ്ഞതിനെതിരായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത നിങ്ങളാണ് ഇപ്പോൾ വലിയ ജനാധിപത്യത്തിൻ്റെ വലിയ വക്താക്കളായി മാറുന്നത്. നല്ല കാര്യം. ഈ ഒരു വാക്ക് യുവരാജ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇതിന് മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും യുവരാജയുടെ പാർട്ടിയും ഇതുപോലെ നടത്തിയാക്കാൻ തയ്യാറാകണം. അങ്ങയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും അതുപോലെ നഡ്ഡ ഉൾപ്പെടെയുള്ള BJP നേതൃത്വം ഈ ഒരു ജനാധിപത്യ വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ ജനാധിപത്യ ബോധത്തിലൂടെ മുന്നോട്ട് പോയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഞാൻ പറഞ്ഞത് ഗുജറാത്തിയും മാർവാടി വിഭാഗവും അത് BJPക്ക് അനുകൂലമായ നിലപാടെടുത്തു. പക്ഷേ അവർ ഭൂരിപക്ഷമുള്ള സമുദായങ്ങളല്ല അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറാത്തി വിഭാഗത്തിലുണ്ടായ വിഭജനമാണ് അവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പിലെ പരാജയം ഞങ്ങൾ വിലയിരുത്തുന്നു. ആ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം BJP വിരുദ്ധ വോട്ടുകൾ അത് ഛിന്നഭിന്നമാവുകയും അതുപോലെ മറാത്തി വിഭാഗങ്ങൾ അത് വിഘടിക്കപ്പെടുകയും ചെയ്തപ്പോൾ അതിലൂടെ നിങ്ങൾ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ കൂടുതൽ ശ്രദ്ധയോടും കൂടുതൽ ഒരു സഖ്യമായി കടന്നു വരുവാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയവും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നേതാക്കന്മാരും ചിന്തിച്ചു വരേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നതാണ്. അതോടെ ഒറ്റ കാര്യം കൂടി പറയാം. സഞ്ജയ് റാവുത്ത് അങ്ങ് പറഞ്ഞു ഇപ്പോൾ ഞങ്ങളെന്തോ കൊതിക്കറവ് പറയും. ഞങ്ങളൊന്നും കൊതിക്കറവ് പറഞ്ഞിട്ടില്ല. 2ാം സ്ഥാനത്തുള്ള UBT സഖ്യത്തിൻ്റെ സഞ്ജയ് റാവുത്ത് പറഞ്ഞിരിക്കുന്നു. എന്തെല്ലാം പറഞ്ഞിരിക്കുന്നത്? അവിടെ പല വോട്ടിംഗ് മെഷീനുകളും വർക്ക് ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും കൈക്കൊണ്ടിട്ടില്ല. അവിടെ വോട്ടിങ്ങിൻ്റെ കണക്കുകളിൽ പോലും കൃത്രിമമുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങളാരുമല്ല പറഞ്ഞത്. കോൺഗ്രസ് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം പറഞ്ഞു എന്നല്ല പറയുന്നത്. അവിടെ സഞ്ജയ് റാവുത്ത് എന്ന് പറയുന്ന UBT സഖ്യത്തിലെ പ്രബല നേതാവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് അന്വേഷണം ആരോട് പറഞ്ഞിട്ടാ കാര്യം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് BJPയുടെ അടുക്കളയിലെ ഒരു കുശിനിക്കാരനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അത് ഇന്ത്യയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജനാധിപത്യത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് നെറികെട്ട പ്രവർത്തനങ്ങളും ഏത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളും പണക്കൊഴുപ്പുകൾ കൊണ്ടും അതുപോലെ വിലക്ക് വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങൾക്ക് ജനാധിപത്യത്തെക്കുറിച്ച് പറയുവാൻ ഒരവകാശവുമില്ല എന്ന് യുവരാജിനെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക.